സൈഫുദ്ദീൻ കുഞ്ഞ്, ഇനി ഈ യുദ്ധത്തിലെ അമേരിക്കയുടെ പങ്കിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ അടുത്ത സമയത്ത് ഒരു 2003 അമേരിക്ക ഇറാഖിൽ നടത്തിയ അധിനിവേശത്തെക്കുറിച്ച് പഠിച്ച ഒരു കൗൺസിൽ ഈ അഭിപ്രായപ്പെട്ടത് അമേരിക്കയുടെ വിദേശകാര്യ നയത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മോശം തീരുമാനമായിരുന്നു ഇറാഖ് ആക്രമിക്കുക എന്നത്. അതിനുള്ള കാരണങ്ങളായി കണ്ടെത്തിയത് ഒന്ന്, ആ സമയത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ, അന്ന് നൽകിയിരുന്ന പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് മുന്നറിയിപ്പുകളെ അവഗണിച്ചു. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരായിരുന്ന അതിലെ പ്രൊഫഷണൽ സംഘമുണ്ടായിരുന്നു, അവരെ കേട്ടില്ല. മാത്രമല്ല, ശരിയായി എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പദ്ധതിയില്ലാതെ അതിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടു. മാത്രമല്ല, ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടുന്ന സംഘങ്ങൾക്കപ്പുറം ഏതാനും ചിലരുടെ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് ഇറാഖ് അധിനിവേശത്തെക്കുറിച്ച് പിന്നീട് അമേരിക്കയിലെ ഒരു പഠന സംഘം വിലയിരുത്തിയത്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഇറാന്റെ കാര്യത്തിലും കാര്യങ്ങൾ മാറുകയാണോ? അതിൽ അവർ കുറ്റപ്പെടുത്തുന്നത് ആദ്യം തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധം ഇസ്രായേലുമായി ചേർന്ന് നടത്താൻ അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടതെന്നതിന് യുക്തിസഹമായ ഒരു കാരണം പറയാനോ അതിൽ ഉറച്ചു നിൽക്കാനോ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണയോ തീരുമാനമോ പദ്ധതിയോ ഇതൊന്നുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ട ഒരു യുദ്ധം എന്നാണ്. അതിൻ്റെ അനന്തരഫലം അങ്ങനെയാണെങ്കിൽ ഭയപ്പെടുത്തുന്നതാകില്ലേ ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞ്? തീർച്ചയായും ഭയപ്പെടുത്തുന്നതാണ്. ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഇറാഖിനെ ഏതൊക്കെ രീതിയിൽ ചില അനുമാനങ്ങളിലൂടെ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചോ അതുപോലെ തന്നെ 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ആധുനിക രാഷ്ട്രം രൂപപ്പെട്ടതിന് ശേഷം ഇതേപോലെ ചില അനുമാനങ്ങളും അമേരിക്കൻ ഫോറിൻ പോളിസി പണ്ഡിറ്റുകൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ പ്രധാനമായി ഒന്നത്, മതത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതകീയ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു ഭരണത്തിന് നിലനിൽപ്പില്ല എന്നായിരുന്നു. ആലോചിച്ച് നോക്കുക, 1979 സ്ഥാപിക്കപ്പെട്ട ഇറാൻ, അതിന് തൊട്ടടുത്ത വർഷം 81 മുതൽ 88 വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് വാർ, അത് നമുക്കറിയാം അമേരിക്കയുടെ തന്നെ സഹായത്തോടുകൂടി അമേരിക്കയുടെ സമ്പത്തും അമേരിക്കയുടെ ആയുധവും അമേരിക്കയുടെ ലോജിസ്റ്റിക്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ സദ്ദാം ഹുസൈൻ നടത്തിയ യുദ്ധമായിരുന്നു അത്. എന്നിട്ടും പലവിധ കാഷ്വാലിറ്റീസും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും ഇറാൻ തകർന്നില്ല. അന്നു മുതൽ ഇന്ന് വരെ 2026 വരെ നീണ്ടു നിൽക്കുന്ന സാമ്പത്തികമായ പലതരത്തിലുള്ള സാങ്ഷൻസും ബ്ലോക്കേഡ്സും ഇറാൻ അനുഭവിക്കുന്നുണ്ട്. അവരും എന്നിട്ടും ഇതുവരെ തകർന്നില്ല. കാരണം അവരുടെ ആദ്യം മുന്നോട്ട് വെച്ച ഒരു കൺസെപ്റ്റ് അതായിരുന്നു, മതപരമായ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു സ്റ്റേറ്റിന് നിലനിൽപ്പില്ല എന്നുള്ളതായിരുന്നു. അതിൻ്റെ പേരിൽ അതിൽ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പുതിയ ചിന്തകൾ പോലും അവർ മുന്നോട്ട് വെച്ചു. സാമുവൽ പി ഹണ്ടിങ്ടൻ്റെ ഒരു ബുക്കിൻ്റെ പേര് തന്നെ അതാണ്. അതായത് ലോകത്തെ പലതരത്തിലുള്ള നാഗരികർ തമ്മിലുള്ള ഒരു സംഘടനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി ബാക്കിയുള്ളത് അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് അമേരിക്കയുടെ അപ്രമാദിത്വത്തിലുള്ള വെസ്റ്റേൺ നാഗരികതയും ഇസ്ലാമിക നാഗരികതയും തമ്മിലുള്ളതാണ്. അതിൽ അമേരിക്കൻ നാഗരികത വിജയിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതും ഇതേ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു. കാരണം 1991-92 കാലത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം അവർ പ്രധാനമായ ഒരു ശത്രുവായി കണ്ടത് ഗ്രീൻ എനിമിയാണ്, പച്ച എനിമി, അതായത് മുസ്ലിം ലോകത്തെയാണ്. അതിൻ്റെ പ്രധാന ശക്തിയായി അവർ കണ്ടത് ആ ഇടയ്ക്ക് രൂപപ്പെട്ട ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അമേരിക്കൻ ഫോറിൻ പോളിസി എക്സ്പെർട്ടുകളുടെ തീരുമാനങ്ങൾ ഇന്നും തുടങ്ങിയതല്ല. ഇത് പണ്ട് മുതലേ തന്നെ ഈ തരത്തിലൊരു കാഴ്ചപ്പാടുകൾ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയം, അത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഡെമോക്രാറ്റ്സുകളാവട്ടെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസ് ആവട്ടെ, അവർക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഒരു തിയോളജിക്കൽ അണ്ടർലിങ്കുകളും കൂടിയിട്ടുണ്ട്. അതായത് ഈ ക്രിസ്ത്യൻ ഇവാഞ്ചലിസം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സയനിസം എന്ന് പറയുന്ന ഈ സയനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ, നേരത്തെ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു സാന്നിധ്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തരത്തിലുള്ള പല പശ്ചാത്തലത്തിലും കൂടിയിട്ടാണ് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ശക്തിയെ തകർത്ത് കളയുക എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ പ്രധാന കൈകളുണ്ട്. 80കളിൽ തന്നെ തുടങ്ങി ഈ ഇറാനെതിരെ അടുത്ത ആഴ്ച ഇറാൻ ആയുധം നിർമ്മിക്കും, ആറ്റം ബോംബ് നിർമ്മിക്കും,
അടുത്ത ആഴ്ച എന്ന രീതിയിൽ തന്നെ 80കൾ മുന്നിൽ തുടങ്ങിയ അയാളുടെ പ്രഭാഷണങ്ങളാണ് അവസാനം ഡൊണാൾഡ് ട്രംപിലേക്ക് എത്തുകയും ഡൊണാൾഡ് ട്രംപ് ഇതുവരെ ഒരു അമേരിക്കൻ പ്രസിഡന്റും അംഗീകരിക്കാത്ത തീരുമാനത്തെ ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുക്കുകയും ചെയ്തത്. ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു പ്രത്യയശാസ്ത്ര മത്സരങ്ങളോ നാഗരികരുടെ മത്സരങ്ങളെക്കാളും അപ്പുറം കച്ചവടമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗസ പിടിച്ചെടുക്കുന്നതിലും അവിടെ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുന്നതിലും ഈ ഫലസ്തീൻ്റെ പ്രധാന ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതിനും അതുപോലെ തന്നെ ലെബനാനിലെ സദേൺ ലെബനാൻ പിടിച്ചെടുക്കുന്നതുമെല്ലാം ഡൊണാൾഡ് ട്രംപിൻ്റെയും മരുമകൻ ജേർഡ് കുഷ്ണറിൻ്റെയും ഉള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളും കൂടി പിന്നിലുണ്ട്. നമുക്കറിയാം ഗസ പിടിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഗസയുടെ കടൽ തീരങ്ങളിൽ ഉണ്ടായിരുന്ന എണ്ണ സമ്പത്തും കൂടിയിട്ടാണ്. ഈ തരത്തിലുള്ള ഒരു സാമ്പത്തിക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു യുദ്ധമായതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘർഷമായതുകൊണ്ട് ഒരിക്കലും ഇതിനൊരു സമാധാനം ഉണ്ടാവാൻ പോവുകയില്ല. മറ്റൊന്ന്, ഈ ഇസ്രായേലിൻ്റെ എക്സ്പാൻഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു കാലത്തോളം ഈ പറയുന്ന ഭൂമിയിൽ സമാധാനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഇപ്പോൾ അവസാനം ഈ അടുത്ത് തന്നെ പ്രധാനപ്പെട്ട മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്രായേലി പ്രധാനമന്ത്രിയായിരുന്ന നെഫ്താലി ബെന്നറ്റ് പോലും പറഞ്ഞത് ന്യൂ ഇറാൻ എന്ന് പറയുന്നത് തുർക്കിയാണെന്നുള്ളതാണ്. അതായത് തുർക്കിയെ പുതിയ ഇറാനായി ചിത്രീകരിച്ചുകൊണ്ട് തുർക്കിക്കെതിരെ പുതിയ ഒരു യുദ്ധമുഖം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലി പത്രങ്ങളിലൂടെയും ക്രിസ്ത്യൻ സയോണിസ്റ്റ് പത്രമീഡിയകളിലൂടെയും അവരുടെ സോഫ്റ്റ്വെയർ ഡിപ്ലോമസികളിലൂടെയും വലുതാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടെ സമാധാനം ഉണ്ടാവുക? അബ്രഹാം അക്കോർഡ്സ് എന്ന പേരിൽ ഒരു നിയമമുണ്ടാക്കി ഫലസ്തീനികളുടെ യാതൊരു സാന്നിധ്യവുമില്ലാതെ UAEയും ബഹ്റൈനുമായി ഒപ്പുണ്ടാക്കിയിട്ട് തൊട്ടടുത്ത ആഴ്ച തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും അത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നായിരുന്നു. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനിലൊന്ന് വെസ്റ്റ് ബാങ്കിൻ്റെയും ഭാഗത്തുള്ള അനക്സേഷൻ നിർത്തുമെന്നായിരുന്നു. അതിൻ്റെ പേരിലാണ് ഒപ്പിട്ടത് പോലും. എന്നാൽ തൊട്ടടുത്ത ആഴ്ച തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അങ്ങനൊരു തീരുമാനം ഞങ്ങൾക്കില്ല എന്നാണ്. ഇപ്പോഴും ഗസ നല്ലൊരു ശതമാനം 50% ഇസ്രായേലിൻ്റെ കയ്യിലാണ്. വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും അവരുടെ കയ്യിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഏകദേശം 2000 കിലോമീറ്ററോളം തന്നെ സദേൺ ലെബനാൻ്റെ ഒരു ഭാഗം അവരുടെ കയ്യിലാണ്. സിറിയയിലെ കുറച്ച് ഗ്രാമങ്ങൾ അവരുടെ കയ്യിലാണ്. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന തരത്തിൽ ഇസ്രായേലിൻ്റെ ഈ അറ്റാക്കിംഗ് ശ്രമങ്ങൾ, ജനസൈഡ്, മസാക്കർ നടക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് സമാധാനം സാധ്യമാവുക? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇറാനെ ഒരു ഇത്ര സമയം കൊണ്ട് നശിപ്പിക്കാം, അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാം, എന്നിട്ട് ഇറാഖിലൊക്കെ നടത്തിയതുപോലെ തന്നെ അധിനിവേശത്തിലൂടെ ഇറാന്റെ നിയന്ത്രണം കൈവശപ്പെടുത്താം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രാൻഡ് പ്ലാൻ ആയിരുന്നല്ലോ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഈ ആക്രമണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടും മുൻപ് ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ അവർക്ക് സ്ഥിതിഗതികൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലായി. അതാദ്യം ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിഞ്ഞു. ഇസ്രയേലിനെ ഇനി അങ്ങോട്ടുള്ള യുദ്ധത്തിലെങ്കിലും ഒന്ന് കരുതലോടെ വേണമെന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഒരു തരത്തിലും ഇസ്രയേൽ വഴങ്ങുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ കേൾക്കുന്നില്ല. മാത്രമല്ല, അമേരിക്കയുടെ സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ യുദ്ധവുമായി മുന്നോട്ട് പോകും എന്നതുപോലെ ഒരു സമീപനം ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നിരന്തരമായി ഓരോരോ കാര്യങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തുകയോ ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇസ്രായേൽ ഏകപക്ഷീയമായി ചെയ്യുന്നതായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഡൊണാൾഡ് ട്രംപിന് ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം, ഈ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യത്തിന്റെ ഭാവി എന്താകും? ഇതിലൊന്നാമത്തെ പ്രശ്നം ഡൊണാൾഡ് ട്രംപിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അമേരിക്കയുടെ ആഭ്യന്തര വിഷയത്തിൽ എണ്ണയുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡൊണാൾഡ് ട്രംപും ഭരണപക്ഷവും അനുഭവിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലെജിറ്റിമസി നേരിടുന്ന വലിയൊരു ഭീഷണിയുമുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ തങ്ങളെ ഈ യുദ്ധത്തിലേക്ക് പിടിച്ചു വലിച്ച ഇസ്രായേലിനെ ഒന്ന് കൺട്രോൾ ചെയ്യുവാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടെയുള്ള ഭരണകർത്താക്കൾ, മറ്റുള്ള സെനറ്റ് മെമ്പേഴ്സും എല്ലാം ഇപ്പോഴും അമേരിക്കൻ ജൂയിഷ് ലോബിയായ ഐപാക്കിൻ്റെ സഹായത്തോടു കൂടി
യുദ്ധം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നവരും കൂടിയിട്ടാണ്. അപ്പോൾ തൻ്റെ ഭരണകക്ഷിയിലുള്ളവരെയും ഒരേ സമയം നേരിടേണ്ടി വരുന്നു. അതേസമയം തന്നെ അമേരിക്കൻ ഉള്ളിൽ ഉയർന്നു വരുന്ന ഭരണകൂട വിരുദ്ധത അതിനെയും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അമേരിക്കയ്ക്ക് ഡൊണാൾഡ് ട്രംപിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഓയിൽ വിഷയം തന്നെയാണ്. മറ്റൊന്ന്, ഇസ്രായേലിനെ പിണക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് അമേരിക്കൻ ഭരണകർത്താക്കൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അത് ചരിത്രപരമായി തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയാണ് പെൻറ്റഗണുമായി ബന്ധപ്പെട്ട പല രഹസ്യ വിവരങ്ങളും ഇസ്രായേൽ ചോർത്തുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നത്. അതിൻ്റെ മുമ്പിൽ തന്നെ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ചേരിയിലുണ്ടായിരുന്ന പല പ്രമുഖ സെലിബ്രിറ്റികളും ഈ കഴ്സൺ ടക്കറിനെ പോലെ ചാർലി കിർക്ക് പോലുള്ള ആൾക്കാരൊക്കെയും ശക്തമായ ഈ ഇസ്രായേൽ വിരുദ്ധ സമീപനങ്ങൾ അവരുടെ ചാനലുകളിലൂടെ അവരുടെ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കെതിരെ ശക്തമായ വെല്ലുവിളികൾ നേരിടുകയും ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിലേക്ക് അവർ എഴുതപ്പെടുകയും ചെയ്തു. മറ്റൊന്ന്, ഇപ്പോൾ അമേരിക്ക തന്നെ നോട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ നേരത്തെ മുമ്പ് ലോകം നേരിട്ട 9/11 പോലുള്ള മറ്റൊരു ഭീകരമായ ഒരു ടെറർ അറ്റാക്കിൻ്റെ ഒരു സാധ്യത പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയിട്ടാണ്. കാരണം ഈ കഴ്സൺ ടക്കറിനെ പോലെ മറ്റു പലരും 9/11 അത് ഇസ്രായേൽ ജൂയിഷ് ലോബിയുടെ ഒരു അണിയറ പ്രവർത്തനമായിട്ട് വിലയിരുത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ തരത്തിലുള്ള പുതിയൊരു അവലോകനങ്ങളും രൂപപ്പെടുന്നത്. അതായത് ഇസ്രായേലിൻ്റെ രീതികൾക്ക് എപ്പോൾ ഭീഷണിയായി വരുന്നോ അപ്പോഴൊക്കെയും ആരാണോ ആ ഭീഷണി ഉണ്ടാക്കുന്നത് ആ നാടുകളിൽ ആക്രമണങ്ങൾ സംഭവിക്കുന്നത് ചരിത്രപരമായി നമുക്ക് തെളിയിക്കപ്പെട്ട കാര്യമാണ്. കാരണം ഇതിൻ്റെ സയോണിസ്റ്റ് ചരിത്രം തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം സയോണിസ്റ്റ് ശക്തിയെ ശക്തമായി ഈ ജൂയിഷ് പലായനത്തിന് ആലിയയ്ക്ക് സഹായിച്ച പശ്ചാത്തലത്തിൽ അവർ ഫലസ്തീനിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിനെ തടുക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർ ഒരു ഘട്ടത്തിൽ അതിനെ തടുക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ തടുക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികളെ തന്നെ ഫലസ്തീനിൽ അറ്റാക്ക് ചെയ്ത ചരിത്രം സയോണിസ്റ്റുകൾക്കുണ്ട്. തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ അതിനെ ആവശ്യമായ ഘട്ടത്തിൽ എതിരിടാനുള്ള ഒരു രീതിയും അവർ സ്വീകരിക്കാറുണ്ട്. അതിലേറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച നെതന്യാഹു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന. അമേരിക്കയുടെ ഫണ്ടിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നൊരു പ്രസ്താവന പോലും ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഇതെല്ലാം അമേരിക്ക എന്ന് പറയുന്ന ഒരു ശക്തിയെക്കാളും അപ്പുറം ഞങ്ങളുടെ തന്നെ തീരുമാനത്താലാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനത്തിലാണ് അമേരിക്ക നടക്കുന്നത് എന്ന് പറയുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി ഡൊണാൾഡ് ട്രംപിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.